ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് 3 രുചികളിൽ 3 തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. കൂടെ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് തന്നെ റവയും കൂടെ ചേർക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു കുഞ്ഞ് മിക്സ് കൂടെ തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് വലിയൊരു തക്കാളി ഇതാ കണ്ടോ ഇതുപോലെ അരിഞ്ഞെടുത്തതും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും 3 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാവേ. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ ഈ പൊടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറേശ്ശെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കലക്കിയെടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കണത് നമ്മുടെ ഈ മാവ് കൊണ്ടുള്ള അടിപൊളി ദോശയാണ് കേട്ടോ. നമ്മുടെ ഈ ദോശയ്ക്ക് ചെറിയൊരു പുളിയും എരിവും അതുപോലെ ഇഞ്ചിയുടെ നല്ലൊരു ഫ്ലേവർ കൂടി ഉള്ളത് കൊണ്ട് കഴിക്കാനായിട്ടൊരു പ്രത്യേക രുചി തന്നെയാണ്. നമ്മുടെ ദോശമാവൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു പാകത്തിൽ തന്നെയാണ് ഇതും നമ്മൾ കലക്കിയിട്ടെടുക്കണേ. എനിക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നത്. ഇനി 5 മിനിറ്റ് നേരം നമുക്ക് ഈ മാവ് ഒന്ന് മാറ്റി വയ്ക്കുകയും കൂടെ ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ മാവ് ഒന്നും കൂടെ കുറുകി വന്നിട്ടില്ലേ. നമുക്ക് ഇത്രയും തിക്കായിട്ടുള്ള മാവായിട്ടല്ല കേട്ടോ വേണ്ടേ, കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മാവാണ് വേണ്ടേ. ഇനിതാ നമ്മുടെ ഈ മാവിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരളവിൽ തന്നെ വെള്ളം ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് വെള്ളം ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമ്മുടെ ഈ മാവ് കൊണ്ട് നമ്മുടെ റവ ദോശയില്ലേ അതുപോലെയും നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വെള്ളവും ഉപ്പുമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഈ ദോശ തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഈ തവ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഈ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനിതാ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് ഒഴിച്ച് കൊടുക്കാവേ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ദാ ഇത്രേ ഉള്ളൂ നമ്മുടെ തക്കാളിയും പൊടികളും ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു ദോശ. നമ്മളിതാ ഇതുപോലെ ഓരോ പ്രാവശ്യം ദോശ തയ്യാറാക്കുമ്പോഴും നമ്മുടെ ദോശ തവിക്ക് ചെറിയൊരു ചൂട് മാത്രം മതിയേ. നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് നല്ല പാടായിരിക്കുമേ. അതുകൊണ്ട് ഓരോ പ്രാവശ്യം നമ്മൾ ദോശ തയ്യാറാക്കുമ്പോഴും കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ നനഞ്ഞ വൃത്തിയുള്ള ഒരു ക്ലോത്ത് കൊണ്ട് തുടച്ച് കൊടുക്കുകയോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മളിതാ ഈ ഒരു അളവിലാണ് മാവെടുക്കണതെങ്കിൽ നമുക്കിതാ ഈ ഒരു വലുപ്പത്തിലുള്ള 8 ദോശയാണ് കേട്ടോ കിട്ടുക. ദാ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ദോശ. മിക്കവർക്കും തന്നെ ഇതുപോലെ തയ്യാറാക്കാനായിട്ട് അറിയാനുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള അടുത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നു പോവല്ലേ. നമ്മുടെ ഗോതമ്പ് പൊടിയുടെ പച്ചമണം ഒക്കെ ഒന്ന് പോകാനായിട്ടാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണേ. ഇതാ ഈ ഒരു പാകായ മതിയെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയി കഴിയുന്ന സമയത്ത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1/4 കപ്പ് റവയും കൂടെ ചേർക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 5 ചുവന്നുള്ളിയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകുമാണ്. ഒപ്പം തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ഈ ഒരളവിലാണ് പൊടികൾ എടുക്കണതെങ്കിൽ 1/4 കപ്പ് വെള്ളം പാകമായിരിക്കുമേ. നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മുടെ ദോശമാവൊക്കെ പോലെ ഇതാ കണ്ടോ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. ഇനി ഇത് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റൊക്കെ ആകണ സമയത്ത് നമുക്കിത് തുറന്നിട്ട് നമ്മുടെ ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ഈ ഒരു മാവ് കൊണ്ടുള്ള നല്ല രുചിയുള്ള ദോശയാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ ദോശ തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം.
ഇനി ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് ഓയിലോ നെയ്യോ ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെക്കാവേ. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ഉള്ളിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഗോതമ്പ് ദോശ കഴിക്കാനായിട്ട് ഒന്നുകൂടെ നല്ല രസമായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡും നന്നായി തന്നെ വെന്തിട്ടുണ്ട്. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ വേവിച്ചെടുക്കാം. നമ്മൾ ഈ ഒരു അളവിലാണ് മാവെടുക്കണതെങ്കിൽ നമുക്കിതാ ഈ ഒരു വലിപ്പത്തിനുള്ള 6 ഗോതമ്പ് ദോശയാണ് കിട്ടുക. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല കേട്ടോ, ഏത് സമയത്തും നമുക്ക് കഴിക്കാമല്ലോ. നമ്മുടെ വെജ് കുറുമയുടെ കൂടെയോ മുട്ടക്കറിയുടെയോ ബീഫ് കറിയുടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. ഉള്ളിയൊക്കെ ചേർത്ത് ഇതുപോലെ ഗോതമ്പ് ദോശ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള മൂന്നാമത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കണത്. കൂടെ തന്നെ 1/4 കപ്പ് റവയും കൂടെ ചേർക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനിതാ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മീഡിയം വലിപ്പമുള്ള ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1/2 ടീസ്പൂൺ ഇഞ്ചിയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളി കുറഞ്ഞിട്ടുള്ള 1/4 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഒപ്പം തന്നെ 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും കായപ്പൊടിയൊന്നും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് സാധാ പച്ചവെള്ളം തന്നെയാണ്. ആദ്യമേ നമ്മൾ ഇതിലേക്ക് ഒരുപാട് വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കണേ കഴിഞ്ഞും ഒന്നും കൂടെ നല്ലത് ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണതാണ് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കാറില്ലേ, അതിനും കഴിഞ്ഞും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മാവായിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കണേ. നമ്മളെല്ലാവരും തന്നെ കൂടുതലായിട്ടും ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തിയൊക്കെയല്ലേ തയ്യാറാക്കാറ്. ഇനി അതിന് പകരമായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. കണ്ടോ, ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവിരിക്കണേ. ഇനി നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കേണ്ട. നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ടുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഇനി നമ്മളിതൊരു വാഴയിലയിൽ വെച്ചാണ് പരത്തിയിട്ടെടുക്കണേ. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിൽ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇതാ ഈ മാവ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇത് നമ്മുടെ കയ്യിലും ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലും കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് വേണേ ഇതുപോലെ പരത്തി കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഒന്നും വാഴയിലൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. ഇല്ലെങ്കിലും സാരമില്ല, ഇതിന് പകരമായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ പാലിൻ്റെയോ ബ്രെഡിൻ്റെയോ ഒക്കെ ഒഴിഞ്ഞ കവറുണ്ടാവില്ലേ, അതിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുത്താലും മതിയേ. ഇതാ ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. ഇനി നമുക്കിത് എണ്ണ തൂത്ത് കൊടുത്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാവേ, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മറ്റേ സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ചെണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് തന്നെ മതിയാകുമേ. ഇതിൻ്റെ 2 സൈഡും നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഏത് സമയത്തും കഴിക്കാനായിട്ട് പറ്റിയ ഈ ഒരു പലഹാരം. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്